പാത നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പല ബ്രിട്ടീഷുകാരും വന്യമൃഗങ്ങൾക്ക് ഇരയാവുകയാണ് ഉണ്ടായത്. കേവലം ഒരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ പാത തുറന്നു കിട്ടിയത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒടുവിൽ അവർ തീരുമാനിച്ചു, ഹബീബി, വെൽക്കം ടു മൈ ചാനൽ. താമരശ്ശേരി ചുരം. നമ്മുടെ താമരശ്ശേരി ചുരമേ ഒരു തലമുറയെ ഒന്നാകെ ചിരിപ്പിച്ച ഡയലോഗ്. വെള്ളാനകളുടെ നാടെന്ന മോഹൻലാലിന്റെ സിനിമയിലെ നമ്മുടെ പപ്പുച്ചേട്ടന്റെ ഈ ഒരു ഡയലോഗ് ശരിക്കും സിനിമയിലെ ഈ ഒരു സീനിലൂടെ മലയാളി അല്ലെങ്കിൽ കേരളക്കര ഒന്നടങ്കം തുല്ലസിച്ച് ചിരിച്ച ഒരു ഡയലോഗാണ്. പിന്നീട് ഇത് പല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല പല സ്റ്റാറ്റസുകളായിട്ടും ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ ആസ്വദിച്ചു പോകുന്നൊരു ഡയലോഗാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞ താമരശ്ശേരി ചുരമേ, നമ്മുടെ താമരശ്ശേരി ചുരമേ എന്നുള്ള ഡയലോഗ്. ശരിക്കും സിനിമയിലെ ഈ ഒരു ഡയലോഗിലൂടെയാണ് താമരശ്ശേരി ചുരത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കൂടുതൽ അറിയാൻ ഇടയായത്. എന്നാൽ 12 കിലോമീറ്റർ നീളമുള്ള 9 ഹെയർ പിൻ വളവുകളായി കിടക്കുന്ന ഈ മലമ്പാതയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതിയുടെ വഞ്ചനയുടെ കഥ നമുക്കാർക്കും അറിയത്തില്ല. ശരിക്കും താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. എന്നാൽ അവരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഈ ചരിത്ര പാതയുടെ പൂർത്തീകരണത്തിനു വേണ്ടി സ്വജീവൻ നൽകിയ ഒരാളുണ്ട്. കരിന്തണ്ടൻ എന്ന ആജാനുബാഹുവായ ഒരു ആദിവാസി യുവാവ്. ചുരം കയറി ചുരത്തിന്റെ അവസാനമായ ലക്കിടിയിലെത്തുമ്പോൾ നമുക്ക് ചങ്ങല ചുറ്റിയ ഒരു മരം അവിടെ കാണാൻ സാധിക്കും. പണ്ടുകാലത്ത് ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ബന്ധിച്ച് ആ മരത്തിൽ കെട്ടിയിരിക്കുന്ന കരിന്തണ്ടന്റെ ആത്മാവിനെ കുറിച്ച് നമുക്ക് ആ മരം പറഞ്ഞു തരും. ശരിക്കും കരിന്തണ്ടനെ കുറിച്ച് ആധികാരികമായി അറിയാനുള്ള ചരിത്ര രേഖകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ആകെയുള്ളത് കുറച്ച് വായ്മൊഴി കഥകളും ചങ്ങല മരവും അതിൽ ബന്ധിപ്പിച്ചിട്ടുള്ള കരിന്തണ്ടന്റെ ആത്മാവെന്ന സങ്കല്പവും മാത്രമാണ്. കേട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. വയനാട് ചിപ്പിലിത്തോട് ഭാഗത്തുള്ള പണിയ എന്ന ആദിവാസി വിഭാഗത്തിന്റെ തലവനായിരുന്നു കരിന്തണ്ടൻ എന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മൈസൂരിലേക്ക് പോകുവാനുള്ള മാർഗമായിരുന്നു. അതുമാത്രമായിരുന്നില്ല, സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റു ഫലഭൂഷ്ടമായിരുന്ന വയനാട് കാടുകളും അവരെ ഏറെ മോഹിപ്പിച്ചിരുന്നു. അതിലുപരി ഈ വനപാത നിർമ്മിക്കുന്നത് വഴി ശ്രീരംഗപട്ടണത്തുള്ള ടിപ്പുവിന്റെ സാമ്രാജ്യത്തെ ഇവർക്ക് കീഴടക്കാൻ സാധിക്കുമെന്നും ഇവർ കരുതിയിരുന്നു. എന്നാൽ പാത നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പല ബ്രിട്ടീഷുകാരും വന്യമൃഗങ്ങൾക്ക് ഇരയാവുകയാണ് ഉണ്ടായത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒരു നിഗമനത്തിലെത്തി. അത് മറ്റൊന്നുമായിരുന്നില്ല, വയനാട് കാടുകളെക്കുറിച്ചും മലകളെക്കുറിച്ചും നന്നായി അറിയാവുന്ന ഒരാളുടെ സഹായമില്ലാതെ ഒരിക്കലും അവർക്ക് ഈ ഒരു പാത നിർമ്മിക്കാൻ സാധിക്കുക ഇല്ല എന്നുള്ളതായിരുന്നു അത്. അങ്ങനെ വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആടുമേച്ചു നടന്നിരുന്ന ആജാനുബാഹുവായ കരിന്തണ്ടൻ എന്ന യുവാവിനെ കണ്ടെത്തിയതോടു കൂടിയാണ് ബ്രിട്ടീഷുകാരുടെ താമരശ്ശേരി ചുരം എന്ന സ്വപ്നത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടത്. പിന്നീട് കാടിന്റെ മുക്കും മൂലയും അറിയാവുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ കാട്ടുപാത തേടിയുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ അവർ ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ അടിവാരത്തു നിന്നും ലക്കിടിയിലേക്കുള്ള എളുപ്പ വഴി കണ്ടെത്തി. ശരിക്കും ഈ എളുപ്പ വഴി കണ്ടെത്തിയതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് അവരുടെ സന്തോഷം അടക്കാനായില്ല. കാര്യം അവർ ഒരുപാട് പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ഒരു ദൗത്യമാണ് അവർ വിജയിച്ചത്. അങ്ങനെ കാടിനെ അറിയാവുന്ന കാടിന്റെ മകനായ കരിന്തണ്ടന്റെ സഹായത്തോടെ അവിടെ ഒരു പുതിയ ചരിത്ര പാത തന്നെ തുറക്കുകയായിരുന്നു. എന്നാൽ കൂർമ്മബുദ്ധിക്കാരായ ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ അവിടെ മറ്റൊരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, കാലങ്ങളായി തങ്ങൾ പരിശ്രമിച്ച് തോൽവി രുചിച്ച സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾക്ക് കേവലം ഒരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യയിലേക്ക് പടയോട്ടം നടത്താനുള്ള പാത തുറന്നു കിട്ടിയത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, കണ്ടുപിടിച്ച ഈ പാത ഒരുപക്ഷെ കരിന്തണ്ടൻ അത് മറ്റാർക്കെങ്കിലും കാണിച്ചു കൊടുക്കുമോ എന്നുള്ള ഭയവും അവരെ അലട്ടി. ഒടുവിൽ അവർ തീരുമാനിച്ചു, ഈ പാതയ്ക്ക് കാരണക്കാരനായ കരിന്തണ്ടൻ ഇനി ജീവനോടെ വേണ്ട എന്ന്. എന്നാൽ ശാരീരിക ബലത്തിന്റെ കാര്യത്തിൽ ഒരു ബ്രിട്ടീഷുകാരനും കരിന്തണ്ടനോട് നേർക്കുനേർ നിന്ന് ഏറ്റുമുട്ടാൻ കഴിയുകയില്ല എന്നും മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ ഇല്ലാതാക്കാൻ തെരഞ്ഞെടുത്തതും ഒരു ചതിയുടെ മാർഗം തന്നെയായിരുന്നു. ആദിവാസി ഗോത്രങ്ങളിലെ പണിയ വിഭാഗത്തിന്റെ തലവനായിരുന്ന കരിന്തണ്ടൻ തന്റെ അധികാര സ്ഥാനത്തിന്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു.
മറ്റുള്ളവരിൽ നിന്നും കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ അടയാളമായിരുന്നു. ആദിവാസി സമൂഹം വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള കരിന്തണ്ടൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഊരി വെക്കുകയും സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് കുളിച്ച് ഭക്തിയോടുകൂടി ഈ വള ധരിക്കുകയുമായിരുന്നു പതിവ്. അങ്ങനെ കരിന്തണ്ടനെ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ഈ വള തന്നെയായിരുന്നു, അതായത് അദ്ദേഹത്തിന്റെ വിശ്വാസം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കരിന്തണ്ടൻ ഊരി വെച്ചിരുന്ന ഈ വള ബ്രിട്ടീഷുകാർ ചതിയിലൂടെ കൈക്കലാക്കി. പിറ്റേന്ന് ഉണർന്നെഴുന്നേറ്റ കരിന്തണ്ടൻ തന്റെ അധികാരത്തിന്റെ ചിഹ്നമായ വള കാണാത്തതിനെ തുടർന്ന് പരിഭ്രാന്തനായി. തന്റെ അധികാരത്തിന്റെ ചിഹ്നമായ വള നഷ്ടപ്പെട്ടതോടുകൂടി ഇനി തനിക്ക് തന്റെ കുലത്തെ നയിക്കാനുള്ള അധികാരം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ കരിന്തണ്ടൻ ആകെ വിഷമിതനായി. എന്നാൽ ഈ ഒരു അവസരം നോക്കിയിരുന്ന ബ്രിട്ടീഷുകാർ അത് വിനിയോഗിക്കുകയും ചെയ്തു. അവർ കരിന്തണ്ടനെ തങ്ങളുടെ തോക്കിന്റെ ഇരയാക്കി. പിന്നീട് ചതിയുടെ ഇരയായി മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ ആ മേഖലയിൽ അലഞ്ഞു നടന്നു. അങ്ങനെ പലർക്കും ഭീഷണിയായ കരിന്തണ്ടന്റെ ആത്മാവിനെ ഏതോ ഒരു മന്ത്രവാദി ആ ചങ്ങലയിൽ ആവാഹിച്ച് ലക്കിടിയിലെ മരത്തിൽ തളയ്ക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് അതുവഴി കടന്നു പോകുന്നവരാരും ലക്കിടിയിലെ ആ ചങ്ങല മരത്തെ വന്ദിക്കാതെ കടന്നു പോകാറില്ല. കരിന്തണ്ടനെ കുറിച്ചുള്ള പറഞ്ഞറിവ് വെച്ച് പടിഞ്ഞാറേത്തറ അയ്യപ്പൻ എന്ന കലാകാരൻ കരിന്തണ്ടന്റെ രൂപം തയ്യാറാക്കിയിട്ടുണ്ട്. വിനായകനെ വെച്ച് ലീല സംവിധാനം ചെയ്യുന്ന കരിന്തണ്ടനെ കുറിച്ചുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം കരിന്തണ്ടന്റെ ജീവിതം സിനിമയായി അങ്ങ് തിരശ്ശീലയിൽ. ഇനി ഒരിക്കലെങ്കിലും നിങ്ങൾ താമരശ്ശേരി ചുരം കയറുമ്പോൾ ഓർക്കുക, പപ്പുവിനെ മാത്രമല്ല താമരശ്ശേരി മലമ്പാതയിലൂടെ മലയാള നാടിന് കിഴക്കിനെ കൂട്ടിയിണക്കിത്തരാൻ കാരണക്കാരനായ കരിന്തണ്ടനെയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും മാസലാമ.